രാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കിരണും കല്യാണിയും ലക്ഷ്മിയമ്മയും കാദംബരിയും കാർത്തികൊക്കെ കൂടി നിന്ന് സംസാരിക്കുന്നതാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗംഗപ്രസാദിന് ഇതുവരെയും ഡെഡ് ബോഡി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ മരിച്ചോ ഇല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും അവൻ മരിച്ചു എന്ന് 100% ഉറപ്പാണ്. കാരണം അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും മൃഗങ്ങൾ അടിച്ചു വലിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ ഒഴുകിയൊക്കെ പോയിട്ടുണ്ടാവാം എന്നാണ് കിരൺ പറയുന്നത്. ഒരിക്കലും അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ കിരൺ തറപ്പിച്ച് പറയുവാണ്. പക്ഷേ അവന് പ്രിയപ്പെട്ട കുറേ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ഗുണ്ടകളും മറ്റുള്ള, അപ്പോൾ അവരെയാണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടതെന്ന് കിരൺ പറയുവാണ്. കാർത്തിയെ പറയും, അത് ശരിയാ കല്യാണി, അവനെപ്പോലെ ബുദ്ധിയും ശക്തിയും ഉള്ളവർ തന്നെയാണ് അവൻ്റെ കൂടെയുള്ള 4-5 പേരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരെയും സൂക്ഷിക്കേണ്ടതാണ് കാർത്തിയെ പറയുവാണ്. സാക്ഷിയില്ലാത്തവന്മാരാണെങ്കിൽ അവർക്ക് പരസ്പര സ്നേഹമുണ്ട്. പിന്നെ സ്റ്റെഫി എന്ന് പറയുന്നത് ഗംഗപ്രസാദ് എന്ന ഗുണ്ടയെ വിവാഹം കഴിക്കാനിരുന്നവളാണ്. അപ്പോൾ അതും അങ്ങനെ അവർക്ക് ആ ഒരു അടുപ്പം ഉണ്ടാവുമല്ലോ. ഞങ്ങളെ കൊല്ലാൻ വേഷം മാറി വന്ന സമയത്ത് അവളും ഉണ്ടായിരുന്നു എന്ന് ലക്ഷ്മിയമ്മ പറയുവാണ്. ഇവിടെ കാണിക്കുന്ന ജയിലിലാണ്. ജയിലിൽ രാഹുലും വിക്രവും കൂടി ഇരിക്കണം. അപ്പോൾ രാഹുൽ പറയണം, പോയേണ്ടവൻ പോയും ഇല്ല, എന്നാൽ മരിക്കേണ്ടാത്തവൻ മരിക്കുകയും ചെയ്തു എന്ന് പറയുവാണേ. രാഹുൽ പറയണം, മനോഹറിൻ്റെയും ഗംഗയുടെയും കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ വിക്രം പറയും, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഗംഗേട്ടൻ ഉണ്ടായിരുന്നു എങ്കിലും നമുക്കൊക്കെ ഒരു ബലം തന്നെയായിരുന്നു, അങ്ങനെ അത്രയും പവറുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് വിക്രം പറയുവാണ്. വിക്രം പറയണ കാർത്തിയുടെ കല്യാണം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുക, ഗംഗയുടെയും സ്റ്റെഫിയുടെയും ആൾക്കാർ പുറത്തില്ലേന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും, ഉണ്ട്. അപ്പോൾ അവർ നോക്കിക്കോളൂടാ, നീ ടെൻഷൻ ആവണ്ടെന്ന് വിക്രമത്തിനോട് രാഹുൽ പറയുവാണ്. അവൾ ഹോസ്പിറ്റലിൽ കയറിയ സരയു മനോഹറിനെ കൊല്ലാൻ ചെയ്ത സമയത്ത് ഹോസ്പിറ്റൽ ജീവനക്കാർ വരാൻ വൈകിയിരുന്ന അവൻ ചത്തേനായിരുന്നു. അപ്പോൾ വിക്രം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ സരയു പിന്നെ ജയിലിൽ പോവില്ലെങ്കിലേ? ഇങ്ങനെയൊന്നും പോവില്ല, അവൾ കുറച്ച് നാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന് അതിൻ്റെ പേപ്പേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഈസി ആയിട്ട് ഊരിക്കൊണ്ട് പോരാന്നൊക്കെ രാഹുൽ പറയുവാണേ. ആ കല്യാണം അവൾ ഒരിക്കലും മരിക്കില്ല എന്ന് വിക്രം പറയാം. അപ്പോൾ രാഹുൽ പറയാം, അവൾ മരിക്കണം, അവളില്ലാതായിട്ട് എൻ്റെ മോളും കിരണത്ത് ജീവിക്കണം, അതാണ് എനിക്ക് കാണേണ്ടതെന്ന് രാഹുലും പറയുവാണേ. വിക്രം ചോദിക്കുക, അങ്കിളിൽ ഇപ്പോഴും ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, കിരൺ എന്ന് പറഞ്ഞവൻ കല്യാണിക്ക് അഡിക്റ്റാണ്, അതെന്താ അങ്കിൾ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുവാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അങ്കിളുടെ മോളെ അവൻ സ്വീകരിക്കില്ല കല്യാണിയെ മറന്നിട്ട്, അത് അങ്കിൾ ആദ്യം മനസ്സിലാക്കുമെന്ന് പറയുവാണ് വിക്രം. എടാ അവൻ ശരിക്കും മരിച്ചിട്ടില്ലടാ എന്ന് ചോദിക്കുവാണ് രാഹുൽ. മരിച്ചിട്ടില്ലെങ്കിൽ വിക്രം പറയുക, നമ്മുടെ എതിരാളികളിൽ കുറച്ചധികം പേര് മരിക്കുമെന്ന് അങ്കിൾ കരുതിക്കുമെന്ന് പറയുക. കല്യാണി ഇങ്ങനെ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിരുന്ന കെട്ടുമുറുക്കി പോയില്ല, അവിടെ എണ്ണ വിളക്കിൽ കുറവായപ്പോൾ കാദംബരിയെ വഴക്കിടുക. ജയിച്ചോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നോക്കണേ എണ്ണ തിരി കെട്ടുപോകാനുള്ള, അപ്പോൾ കെട്ടുപോയിട്ടില്ലല്ലോ, അല്ല എണ്ണ കുറവാണെന്ന് പറഞ്ഞിട്ട് കല്യാണി ചിരിച്ചുകൊണ്ട് വന്നിട്ട് എണ്ണയൊക്കെ ഒഴിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരു കാർ കയറി വരുവാണേ. അപ്പോൾ കാർത്തി ഓടി വന്നിട്ട് പറയാം, ദേ അവർ വന്നു എന്ന് പറയണം. അപ്പോൾ ബൈജു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാണേ. പ്രകാശനും രതീഷും പുറത്തിറങ്ങിയിട്ട് രതീഷ് നടുവൊക്കെ നിവർത്തിയിട്ട് ശരണയ്യപ്പ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ എല്ലാവരും വന്ന് സിറ്റ് ഔട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവർ നേരെ അകത്തേക്ക് വരുവാണ്. കല്യാണി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയെന്ന് ചോദിച്ചപ്പോൾ രതീഷ് പറഞ്ഞു, ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എന്നാലും യാത്ര നല്ല സുഖമായിരുന്നു, ഞാൻ കുറച്ച് നേരമൊക്കെ വിഷമിച്ച് നിന്ന്, അച്ഛൻ അങ്ങ് സൂപ്പറായിട്ട് കയറിപ്പോയി. കയറുമ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു മോനെ, പക്ഷേ ഇറങ്ങുമ്പോൾ കാലിൽ ചെറിയൊരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ കിരൺ ചോദിക്കുക, ഹാർട്ടിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെന്ന് കരുതാല്ലേ എന്ന് പറയുമ്പോൾ പ്രകാശൻ പറയാം, മോനെ ഹാർട്ടിനല്ല പ്രശ്നം, മനസ്സിനായിരുന്നു, അത് ദീപ പോയിൻ്റുള്ള പ്രശ്നമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നിട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നപ്പോൾ ആന്നും പറഞ്ഞ് രതീഷും പ്രകാശനും ചിരിക്കുവാണ്. കാദംബരി പറയാം, അച്ഛൻ വന്നെന്ന് മാത്രമല്ല പോയതിനേക്കാളും നല്ല സ്മാർട്ടായിട്ട് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ കിരൺ പറയുക, അച്ഛൻ 2-3 പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ദർശനത്തിന് വലിയ ക്യൂന്ന് നിൽക്കാതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചില്ലേ എന്ന് ചോദിക്കുവാണ്. അതെ അതെ, രതീഷ് പറഞ്ഞു, കൊടിമരത്തിൻ്റെ അതിലെ കൂടി ഞങ്ങൾ കയറി 2 പ്രാവശ്യം കയറി, 2 പ്രാവശ്യം നന്നായി തൊഴുതു, അതുപോലെ നെയ്യഭിഷേകവും നന്നായി നടത്തിയെന്ന് പറയുവാണ്. കല്യാണി പറയാം, ദീപം കെട്ടൊന്നും പോയിട്ടില്ല, അച്ഛനും രതീഷേട്ടനും പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം, ലക്ഷ്മിയമ്മ നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുവാണ്. കുളിക്കാൻ വേണ്ടിയിട്ട് പ്രകാശനും രതീഷും കാദംബരിയും ലക്ഷ്മിയൊക്കെ അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം കാർത്തികയും കല്യാണിയോടുമായിട്ട് നമ്മുടെ കിരൺ ചോദിക്കുകയാണേ, മക്കൾക്ക് എല്ലാവർക്കും ടെൻഷൻ, മക്കൾക്ക് 2 ആൾക്കും ടെൻഷൻ മാറിയില്ലേ, പിന്നെ അച്ഛൻ തിരിച്ചു വന്നില്ലേ, എല്ലാം സുഖമായിട്ട് നടന്നില്ല, അച്ഛനെ ഡോളിയിൽ കയറി പോകാമെന്ന് പറഞ്ഞിട്ടും അച്ഛൻ പോവാതെ നേരെ നടന്ന് കയറി പോയിട്ട് നല്ല സുന്ദരനായിട്ട് തിരിച്ചു വന്നില്ലേ എന്ന് പറയുവാണ്. ഞാൻ പറയുവാണ്, അതെ അച്ഛൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ECG വല്ലതും ഒന്ന് എടുക്കാമെന്ന് പറയുവാണ് കല്യാണിയോട്. കല്യാണി പറയുക, അയ്യപ്പനെ കണ്ടിട്ട് വന്നതല്ലേ, ഒരു വേരിയേഷനും ഉണ്ടായില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണേ. അപ്പോൾ ബൈജു പറയാളി, നമുക്കൊന്ന് ശബരിമലയ്ക്ക് പോകണ്ടേന്ന് പറയുമ്പോൾ കിരൺ പറയാം, പോവാടാ, നമുക്കൊരു കാര്യം ചെയ്യാം, വൃശ്ചികമാസത്തിലെ സീസണൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം പോവാം എന്ന് പറയുവാണേ.
പിന്നീട് കാണിക്കുന്ന ഓഫീസിലെ കാര്യങ്ങളാണ്. ഓഫീസിൽ സരയു ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹരനെ കൊല്ലാനെന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നെ നേരെ അവൾ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ വന്നിറങ്ങുവാണ് കാണിക്കുന്നത്. അവൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മുടെ മനോഹരനെ കൊണ്ടുവരും കേട്ടോ പോലീസുകാർ കൂടി. അപ്പോൾ സരയു കാണുവാണിത്. അപ്പോൾ അവൾ ചുറ്റിനും നോക്കുക കേട്ടോ. ഇവർ നേരെ എന്തെങ്കിലും ഒരു ആയുധം. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് കാണും. അതെടുത്ത് ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് വരെ പോലീസുകാരൻ കയറി പിടിക്കുവാണ്. ഹെൽമെറ്റിൽ എന്താ ഇത് കാണിക്കുന്നത്? അപ്പോൾ പറയുന്നത് സാറേ എനിക്ക് ഇവനെ കൊല്ലണം സാറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വയലൻ്റ് ആവുകയാണേ. പറയണേ അവൾ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ സാറേ മാറി കൊടുക്കുമെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയടാ നിന്നെ അവൾ കൊല്ലുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ പണി പോകൂടാ അതുകൊണ്ടാടാന്ന് പറഞ്ഞു. അപ്പോൾ സരയു അവനോട് പറയണേടാ എവിടെയായാലും ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടടാ, നിന്നെ ഞാൻ വിടത്തില്ലടാന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കലി പൂണ്ട് നിൽക്കുവാണ്. മനോഹരനെ പോലീസ് ജീപ്പിൽ കയറ്റി അങ്ങ് കൊണ്ടുപോവാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്ക് നേഴ്സ് ഡോക്ടറും സരയുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് സരയു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഡോക്ടർക്ക് അവൻ്റെ ചരിത്രം മൊത്തം അറിയാമെന്നല്ല, ഒരു ഇഞ്ചക്ഷനിൽ തീർത്തുകൂടായിരുന്നു അവനെ എന്ന് ചോദിക്കുക കേട്ടോ സരയു. ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാണ് ഡോക്ടറെ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേരെ കൊല്ലാമല്ലോ, ആ പണി ഞങ്ങളുടേതല്ല എന്ന് പറയുകയാണ് ഡോക്ടർ. അവൻ്റെ കുഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ കുഞ്ഞ് ആരുടെ കുഞ്ഞ്? അപ്പോൾ നേഴ്സ് പറയും സാറേ അവൾക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കിരണും കല്യാണം കൂടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഹരിയേട്ടനെ കാണുന്നുണ്ട്. എന്താ സരയു ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പുതിയ സൈറ്റിൻ്റെ കുറച്ച് പ്ലാനും സൈറ്റിലേക്ക് പോകേണ്ടതായിരുന്നു, കുറച്ച് പ്ലാനൊക്കെ വരയ്ക്കേണ്ടതായിരുന്നു, ആളെ കണ്ടു കിട്ടാനില്ല എന്ന് പറയുവാണ് കേട്ടോ ഹരിയേട്ടൻ. അയ്യോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് അവളിങ്ങനെ നടക്കുന്നതെന്നൊക്കെ ഹരിയേട്ടൻ പറയുവാണേ. അപ്പോൾ ഓഫീസിലേക്ക് സരയുൻ്റെ വണ്ടി വരുവാട്ടോ. സരയു വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. അവനെ കാണാൻ പോയത് ആ മനോഹരനെ, അവനെ കൊല്ലാനൊരു പഴുത് കിട്ടുമെന്ന് നോക്കിപ്പോയതാണ്. സരയു നീ എന്ന് കിരൺ വിളിക്കുമ്പോൾ പറയും ഞാൻ പോയി, പക്ഷേ അവർ പോലീസുകാർ കൊണ്ടുപോയി, ഇനി വേറെ ഹോസ്പിറ്റലിലേക്കാണോ അത് ജയിലിലോട്ടാണോ എന്ന് അറിയില്ല എന്ന് പറയുവാണ്. അപ്പോൾ കിരണിനോട് കല്യാണമായിട്ട് സരയു ചോദിക്കുക നിങ്ങൾക്ക് ആശ്വാസമായല്ലോ, പക്ഷേ തീരാത്ത സങ്കടവുമായിട്ടാണ് ഞാൻ ഈ നിന്നേന്ന് പറയുവാണ്. കിരൺ ചോദിക്കുക നീ മനോഹരനെ കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു, അവന് വെല്ലുവിളി നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ ക്യാമറയെ നോക്കി കാണാമെന്നൊക്കെ പറയുവാണ് കേട്ടോ സരയു. സരയു നിൻ്റെ പോക്ക് ശരിയല്ല എന്ന് കിരൺ പറയും. നീ വർക്കിലൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ സരയു പറയും എന്നാൽ നീ എന്നെ പിരിച്ചു വിട്ടോ എന്ന് പറയുവാണ്. എനിക്കിവിടെ ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തില്ല എന്ന് സരയു പരാതി പറയുവാണ്. എന്നിട്ട് സരയു വണ്ടി കയറി പോകാൻ നേരത്ത് കല്യാണം ചോദിക്കും നീ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട്, ഞാനതിപ്പോഴാണ് ഓർത്തേന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. സരയു നേരെ ജയിലിലേക്കാണ് കേട്ടോ. രാഹുലിനെ വന്ന് കാണുവാണ്. അച്ഛൻ അവൻ ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അപ്പോൾ ഇങ്ങോട്ട് വന്ന അച്ഛൻ തീർത്ത് കളയണമെന്ന് പറയും. അപ്പോൾ അത് മോള് പേടിക്കണം, ഞാൻ അവനെ തീർത്തോളാം എന്ന് പറയുവാണേ. എന്നിട്ട് പറയുക വിക്രം വന്നു എന്ന് രാഹുൽ പറയണ അത് ശരിയല്ല, ഗംഗപ്രസാദ് മരിച്ചതാണ് നമുക്ക് കക്കിടിയായെന്ന് പറയുമ്പോൾ അവൾ പറയുക മരിക്കേണ്ടവനൊക്കെ മരിക്കണം, പിന്നെ വിക്രത്തിന് എന്തിനാ ദേഷ്യം, അവൻ്റെ പെങ്ങളും അളിയനും ഒക്കെ അല്ലേ എന്നൊക്കെ പറയുവാണേ. അച്ഛാ നമുക്ക് ഈ ഒരു അവസ്ഥ വന്ന് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ്, അപ്പോൾ അതൊക്കെ എനിക്കെല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.